ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ശേഷം 2 തവണ ജയിലിന് മുന്നിലെ റോഡിലൂടെ പോയെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യം ന്യൂസ് മലയാളത്തിന്. ജയിലിന് മുന്നിലൂടെ പോയത് രാവിലെ 6 മണിയോടെ എന്ന് വ്യക്തം. ദിശ തെറ്റി ആദ്യം പോയത് തളിപ്പറമ്പ് ഭാഗത്തേക്കാണ്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരും. വിവരങ്ങളുമായി നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, ഈ ദൃശ്യം കാണുമ്പോൾ തോന്നുന്നത് ആരൊക്കെയോ പറഞ്ഞു കേട്ടതുപോലെ പുറത്തിറങ്ങുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, അതുകൊണ്ട് ജയിലിലേക്ക് തിരിച്ചു വരാം എന്ന് കരുതി ഗോവിന്ദച്ചാമി അതിലൂടെ പോയ പോലെയുണ്ട്. പക്ഷെ തമാശ വിടട്ടെ, അങ്ങനെ ഗോവിന്ദച്ചാമി പോയിട്ട് പോലും ആരും ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതുപോലെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവനക്കാർ എന്തെടുക്കുകയായിരുന്നു എന്നൊരു ചോദ്യം പൊതുവെ ഉയരുന്നുണ്ടല്ലോ. ആ ചോദ്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. കാരണം ഈ 4:50 ഇയാൾ ജയിൽ ചാടിയിട്ട് പിന്നീട് ഈ റെയിൽവേ സ്റ്റേഷൻ അന്വേഷിച്ചാണ് ഇയാൾ പോയതെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾക്ക് സ്ഥലം മനസ്സിലായില്ല. കണ്ണൂർ നഗരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് പകരം തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് ഇയാൾ നടന്നു പോയത്. അങ്ങനെ നടന്നു പോയി പള്ളിക്കുളത്ത് ഇയാൾ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 5:55 ആ ദൃശ്യങ്ങൾ ഉള്ളത്. പിന്നീട് അവിടെ നിന്ന് ഈ ദിശ തെറ്റിയെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാവണം തിരിച്ച് വീണ്ടും നടന്നാണ് പിന്നീട് ഈ കണ്ണൂർ നഗരത്തിലെ ഭാഗത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജയിൽ ചാടിയതിനു ശേഷം പള്ളിക്കുളം ഭാഗത്തേക്ക് പോകുന്നു. അതായത് തളിപ്പറമ്പ് ഭാഗത്തുള്ള പള്ളിക്കുളം ആ ഭാഗത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കണ്ണൂർ നഗരഭാഗത്തേക്ക് വരുന്നു. ഇങ്ങനെ 2 തവണ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലൂടെ ഈ ഗോവിന്ദച്ചാമി നടന്നു പോയിട്ടുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് ഒരു 5:50 ഏകദേശം 6 മണിക്കും ഒക്കെ ഇടയിലായിട്ടാവണം ഈ 2 തവണ. 4:50 6 മണിക്കും ഇടയിലായിട്ടാണ് ഈ 2 തവണ ജയിലിന് മുന്നിലൂടെ പോയിട്ടുള്ളത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 6 മണിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാ ദിവസവും പതാക ഉയർത്തും. അവിടെ ജയിൽ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാകും. മാത്രമല്ല, ഈ പതാക ഉയർത്തുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ദേശീയപാതയിലൂടെ നടന്നു പോകുന്ന ആളുകളെ കൃത്യമായി കാണേണ്ടതാണ്, കാണുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള പെട്രോൾ പമ്പ് ജയിലിന്റെ നേരെ എതിർവശത്ത്, ജയിലിന്റെ നേരെ മുന്നിലാണ് ഈ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്നത്. അവിടെ 6 മണിക്കാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ജയിൽ ജീവനക്കാർ, ഒപ്പം തന്നെ ഈ പെട്രോൾ പമ്പിന്റെ അവിടെ ജോലി ചെയ്യുന്ന തടവുകാർ, ഇവരെല്ലാം തന്നെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന, അവർ ഡ്യൂട്ടിയിലേക്ക് പോകുന്ന സമയമാണ്. ഈ ഒരു സമയത്തിനിടയിൽ ഗോവിന്ദച്ചാമി 2 തവണ ഇതിനു മുന്നിലൂടെ നടന്നു പോയിട്ടും ഒരാളുടെ പോലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ മുഴുവൻ സമയവും കൈ ഇങ്ങനെ തലയിൽ വെച്ചാണ് ഗോവിന്ദച്ചാമി നടക്കുന്നത്, നമ്മൾക്ക് ലഭിച്ച എല്ലാ ദൃശ്യങ്ങളിലും ഉള്ളത്. ഇങ്ങനെയൊക്കെ ആയി പോകുമ്പോഴും ഒരു അസ്വാഭാവികത തോന്നുകയോ അല്ലെങ്കിൽ കണ്ണിൽപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതൊക്കെ പറയുമ്പോഴാണ് ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വീഴ്ചകളുടെ വ്യാപ്തി വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. നിഖിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ജയിലിന് മുൻപിൽ ദേശീയ പതാക ഉയർത്തുന്ന സമയമുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ എത്തേണ്ടതാണ്. അതിനോടകം തന്നെ ഈ ദൃശ്യങ്ങൾ ഒരു കുറച്ചൊക്കെ വെളുത്തതിന് ശേഷം പകർത്തപ്പെട്ട, അല്ലെങ്കിൽ ആ സമയത്ത് റെക്കോർഡായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണെന്നാണല്ലോ മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദച്ചാമി പുറത്തുപോയി എന്ന് ഒരുപക്ഷെ ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കാം. ആ സമയത്ത് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ പോലും ഇതൊന്നും ആരും കണ്ടില്ല എന്നുള്ളതല്ലേ? കാരണം കൂടി ജയിൽ ചാടി എന്ന് തങ്ങൾക്ക് ഉറപ്പായി എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ 1:15 ജയിൽ ചാടുന്നു, 4:50 മതിൽ ചാടി പുറത്തു വരുന്നു, 5:30 ജയിൽ ഉദ്യോഗസ്ഥർ ഇത് അറിയുന്നു. ഈ 5:30 അറിഞ്ഞിട്ട് പോലും 5:55 6 മണി ആ സമയത്ത് ജയിലിന് മുന്നിലൂടെ പോകുന്ന ഒരാളെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പറയേണ്ടത്. മാത്രമല്ല, ഈ സമയം ഒരു 6 മണി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നേരം വെളുത്തു വന്ന സമയം തന്നെയാണ്. റോഡിലൊക്കെ വെളിച്ചമുള്ള ഒരു സമയം കൂടിയായിരുന്നു. അങ്ങനെ ഇരുട്ടിൽപ്പെട്ട് കാണാതായി എന്ന് നമുക്ക് പറയാനാവുന്ന ഒരു സാഹചര്യവും അല്ല ആ സമയത്തേത്. തീർച്ചയായും ഇരുട്ടിൽപ്പെട്ട് കാണാതായി എന്ന് പറയപ്പെടുന്ന ഒരു സമയം കൂടിയല്ല. എന്തായാലും നിഖിൽ, ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ടാകുമല്ലോ ഇത് അന്വേഷിക്കുന്ന ആളുകൾ. അപ്പോൾ അവർ ഇക്കാര്യത്തിൽ ഉചിതമായൊരു നടപടിയിലേക്ക്, ഇപ്പോൾ പലർക്കും സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറെ കൂടെ കൂട്ടുത്തരവാദിത്തമുണ്ട്. അവിടുത്തെ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതാണ്. ഇങ്ങനെയാണോ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലൊരു പ്രധാനപ്പെട്ട സെൻട്രൽ ജയിലിലെ സംവിധാനം എന്ന മറുപടി ഇനിയും പറയേണ്ടി വരുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്, അല്ലേ നിഖിൽ? തന്നെയാണ്. കാരണം ഈ
ഗോവിന്ദസ്വാമി എന്നല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന തടവുകാർക്കൊക്കെ മുകളിൽ ഇത്ര നോട്ടം മാത്രമാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഉള്ളത് എന്നതുകൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇതിലേക്ക് പലരും പറഞ്ഞതുപോലെ ഒരു ഗോവിന്ദസ്വാമി വേണ്ടി വന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ പിഴവുകളും അവിടെ ഉണ്ടാകുന്ന വീഴ്ചകളും എന്താണെന്ന് മനസ്സിലാകാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെയാണ് ജയിലിൽ നടക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ആ നിലയ്ക്ക് കൂടി അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയുന്നത്. അതേസമയമാണ് ജയിൽ അതേസമയം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം സംസ്ഥാനത്തെ ജയിലുകളിൽ എത്രത്തോളം സുരക്ഷയുണ്ട്, അവിടെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രതികൾ, വിചാരണ തടവുകാർ, കൺവിക്റ്റഡ് ആയിട്ടുള്ള, കുറ്റാരോപിതരായിട്ടുള്ള, കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവർ പുറത്തിറങ്ങിയാൽ സമൂഹത്തിനുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് ഒരു പുനർവിചിന്തനത്തിന് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒരു തെളിവായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. പഴുതുകൾ അടയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേർന്നത്.